നമസ്കാരം, ഞാൻ സുമേഷ് യാദവ്. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വരുന്നത് വളരെ നിസ്സാരമായിട്ട് നമ്മളെല്ലാവരും കാണുന്ന നമ്മുടെ നാട്ടിലേക്കുള്ള വെറും പച്ചക്കറിയുടെ ഒരു മൾട്ടി മില്യൺ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒക്കെ നോക്കിയാൽ ഫ്രഷ് ടു ഹോം എന്നുള്ളൊരു ബ്രാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അവരെന്താ ചെയ്യുന്നത്? വെറും മീൻ കച്ചവടം ഓൺലൈനിൽ ആക്കിയിരിക്കണം അല്ലേ? എന്താണെന്ന് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്, എന്താണ് അതിൻ്റെ ടേൺ ഓവർ, നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി മില്യൺ ലെവലിലേക്ക് അത് ആ ബിസിനസ് ഗ്രോ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫൗണ്ടേഴ്സൊക്കെ കേരളൈറ്റ്സ്, നമ്മുടെ നാട്ടുകാരാണ്, കേരളൈറ്റ്സാണ്. അപ്പോൾ അതുപോലെ നമ്മൾക്ക് അത് എന്തുകൊണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത്? നല്ല ഫ്രഷായിട്ടുള്ള മീൻ ആളുകൾക്ക് കിട്ടാനുള്ളൊരു ചലഞ്ച് ഉണ്ടായിരുന്നു അവിടെ. അതായത് ഒപ്പം കിട്ടുന്ന മീൻ അതിന് സപ്ലൈ ചെയിൻ എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ട് കോസ്റ്റ് കൂടുകയും അല്ലെങ്കിൽ സാധനം ക്വാളിറ്റി കുറയുകയും ഇനി ഇവൻ ഉണ്ടാക്കുന്ന ആളുകൾ, പിടിച്ചിട്ട് വരുന്ന ആളുകൾക്ക് പ്രോപ്പറായിട്ട് പൈസ കിട്ടുക, അങ്ങനത്തെ കുറേ ചെറിയ ചലഞ്ചസിൻ്റെ അഡ്രസ്സാണ് ഫ്രഷ് ടു ഹോം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം. അതുപോലെ ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഫിഷിനേക്കാട്ടിലും കൂടുതൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് പച്ചക്കറി. ഇപ്പോൾ പച്ചക്കറികൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് ആളുകൾ. അതും ഫ്രഷ് ഫുഡ് വേണം, ഈ മരുന്നടിച്ച പച്ചക്കറി പാടില്ല എന്നുള്ളതൊക്കെ ഡോക്ടേഴ്സ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഓരോ ആളുകളും ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഫ്രഷ് വെജിറ്റബിൾസ് സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലെത്താനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പലർക്കും ഭൂരിഭാഗം ആളുകളിലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൻ്റെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഫിഷിനെക്കാട്ടിലും ഷെൽഫ് ലൈഫ് ഉള്ളതല്ലേ പച്ചക്കറി? എന്തുകൊണ്ട് പച്ചക്കറിയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ചലഞ്ചസ് അനുഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകന് വില വളരെ ദുർലഭമായിട്ടേ കിട്ടുന്നുള്ളൂ. അയാൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അത് ഇടയിൽ വാങ്ങിയിട്ട് വരുന്ന ആളുകൾക്ക് പകുതി നശിക്കുന്നു, നഷ്ടപ്പെടുന്നു, കൊട്ടിക്കളയേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ വലിയ മാർജിൻ ഇട്ടായിരിക്കും വിൽക്കുക. എന്നിട്ടും ചില ആളുകൾക്ക് നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ആ മാർജിൻ ഇട്ട് വിൽക്കുന്ന ആളുകൾ ആ മാർജിനിൽ അതിനെ വിൽക്കുന്നത് കൊണ്ട് കോസ്റ്റ് കൂടുതൽ വരുന്നുണ്ടോ? വളരെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഈ നഷ്ടം വരുന്ന സാധനമോ അത് ആർക്കും ഇല്ലാതെ നശിച്ചു പോവുകയാണ്, ഒരാൾക്കും ഇല്ലാതെ നശിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്നത്തെ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ യുവാക്കൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഫ്രഷ് ടു ഹോമിൻ്റെ അതുപോലെ എന്ന് പറയാൻ പാടില്ല. ബിക്കോസ് ഒരു സാധനത്തിന് ഇമിറ്റേറ്റ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ പറ്റൂല. ഇമിറ്റേറ്റ് ചെയ്താൽ കോപ്പി ചെയ്താൽ അതാവില്ല. ബിക്കോസ് ഗൂഗിളിനെ കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ പോലെ സാധനം ഉണ്ടാക്കാൻ ലോകത്ത് ഒരാൾക്കും പറ്റില്ല, ഫേസ്ബുക്കിന് അങ്ങനെയൊന്നും പറ്റില്ല ഒരിക്കലും. അത് അവിടെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഇവിടെ പച്ചക്കറികൾ സോഴ്സിൽ നിന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൂപ്പർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ചാർജ്, മാന്യമായിട്ട് പ്ലാറ്റ്ഫോം ചാർജ് വാങ്ങി അതിൻ്റെ സപ്ലൈ ചെയിൻ മുഴുവൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആളുകളിൽ എത്തിക്കാൻ കഴിയുമ്പോൾ അതിൽ എത്ര പെസ്റ്റിസൈഡ് ഉണ്ടെന്നും അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഇല്ലാത്ത പച്ചക്കറി വേണമെന്നും എല്ലാം ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് കിട്ടാൻ കഴിയും. ഇത് ഡെവലപ്പ് ആവുന്നതോടുകൂടി യഥാർത്ഥ കർഷകന് നല്ല വില കിട്ടുകയും കർഷകർ കൂടുതൽ ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ടാക്കി സപ്ലൈ ചെയ്യാനുള്ള ഒരു പാക്കേജിങ് സിസ്റ്റം ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ അകത്ത് സപ്ലൈ കുറേ പണികളുണ്ട്. ഒന്നും രാവിലെ എണീച്ചിട്ട് വേറെ ആരെങ്കിലും വെച്ച മാവെന്ന് ഒരു മാങ്ങ പറിച്ചെടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ കടയിൽ പോയിട്ട് പഴം വാങ്ങിക്കുന്ന പോലുള്ള സിമ്പിൾ അല്ല ഓണ്ടർപ്രണർഷിപ്പ്. ആരെങ്കിലും അബദ്ധത്തിൽ ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ലില്ലാതെ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയാൻ ഈസി ആയിട്ട് കാശ് കിട്ടും, ഭയങ്കര വാല്യൂ കിട്ടും, ഭയങ്കര നാട്ടിൽ വില കിട്ടുമെന്ന് പറഞ്ഞിട്ട് അറിയാതെ ഓണ്ടർപ്രണർഷിപ്പിക്ക് ഇറങ്ങിയാലേ പണി കിട്ടും. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു പാഷനുള്ള ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുമ്പോൾ ഓരോ മൊമെന്റിലും, ഓരോ മൈൽ സ്റ്റോണിലും, ഡെസ്റ്റിനിയിലല്ല ഓൺ ദ വേ, ഓരോ മൈൽ സ്റ്റോണിലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഓരോ മൈക്രോ സ്റ്റെപ്പുകളിലും ഹാപ്പിനെസ്സും അച്ചീവ്മെന്റിന്റെ ഹാപ്പിനെസ്സും കണ്ടെത്തി അതിൽ സന്തോഷിച്ച് പോകാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആകാൻ പറ്റുള്ളൂ. ബിക്കോസ് ആ വേ മുഴുവൻ കഠിനമാണെന്ന് ചിന്തിച്ചാലും പോകാൻ പറ്റില്ല. ബിക്കോസ് ഇത് ഇഷ്ടമുള്ള ഒരാൾക്ക് ഓണ്ടർപ്രണർഷിപ്പ് കഠിനമൊന്നുമല്ല. ഇറ്റ്സ് എ ജേർണി ഓഫ് ഹാപ്പിനെസ്. ഏത് സമയത്തും സന്തോഷമുണ്ടാകുന്ന ഒരു യാത്രയാണ് ഓണ്ടർപ്രണർഷിപ്പ്, പ്രത്യേകിച്ച് കുറച്ച് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻസ് കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മോഡൽ, അതായത് ഫ്രഷ് ടു ഹോം പോലെ പച്ചക്കറികൾ പറമ്പിൽ നിന്ന് കൃഷി ചെയ്യുന്ന ആളിൽ നിന്ന് ഉപഭോക്താവിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു മോഡലിൻ്റെ ഗ്യാപ്പ് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും ടെക്നോളജിക്കലി ഫിറ്റായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ബിസിനസ് ഫിറ്റായിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ടീമിന് നല്ലൊരു ഫിനാൻഷ്യൽ മോഡൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള മൾട്ടി മില്യണർ ആവാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണെന്നാണ് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ ബിസിനസ് മോഡൽ
പച്ചക്കറി സപ്ലൈയിലൂടെ കോടീശ്വരനാവാം. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.